أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون صدق الله مولانا العلي العظيم. കേവലം ചരിത്രം കേട്ട് ഒഴുക്കൻ മട്ടിൽ എല്ലാ വർഷവും നാം ബദർ ചരിത്രം കേൾക്കാറുണ്ട്. ബദറിൻ്റെ ചരിത്രം അറിയാത്തവരായിട്ട് മുസ്ലിം ചെറുപ്പക്കാരിൽ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ ചരിത്രത്തിന് ഊന്നൽ കൊടുക്കുന്നില്ല. ബദർ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ബദർ നമുക്കൊരുപാട് സന്ദേശങ്ങളും ഒരുപാട് പാഠങ്ങളും നൽകുന്നുണ്ട്. അതിൽ ചില പാഠങ്ങൾ, ചില സന്ദേശങ്ങൾ അത് നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കി ആ ബദർ പോരാളികൾ, മഹത്തുക്കളായ ആ പുണ്യപുരുഷന്മാർ നമുക്ക് നൽകിയ സന്ദേശങ്ങൾ നാം എത്ര കണ്ട് പാലിക്കുന്നുണ്ട് എന്ന ചെറിയൊരു പഠനം, അതാണെന്ന് ഉദ്ദേശിക്കുന്നത്. അതിനിടക്ക് എന്തിനാണ് ബദർ നടന്നത്, ബദർ എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ 3-4 ഭാഗങ്ങളിലായി ബദറിനെ സംബന്ധിച്ച് ബദർ എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ബദർ എങ്ങനെ എന്നല്ല, ബദർ എന്താണ്, എന്തിനാണ്? ലോകത്ത് ഇന്നേ വരെയുള്ള സർവ്വ മനുഷ്യരും എല്ലാ ചിന്തകന്മാരും കണ്ടെത്തിയ ഒരു വസ്തുതയുണ്ട്. നാം ഇന്നലെ വരെ പറഞ്ഞ വിഷയത്തിനോട് 100% കൂറു പുലർത്തുന്ന, കേവലം 300 ചില്ലാനം സാധുക്കളായ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും വളരെ കുറഞ്ഞ ഒരു ടീമിനെ സർവായുധ വിഭൂഷിതരായ വലിയൊരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികളെ അടക്കമുള്ള സർവമാന സൗകര്യങ്ങളോടും അവർ ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ശരിക്കും ലോകം കണ്ടത് ഈ പ്രപഞ്ചത്തെ അഖിലം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റഹ്മാനായ റബ്ബിൻ്റെ ഖുദ്റത്തിന്റെ പരസ്യമായ ഒരു ദർശനമാണ്. ഈ വർത്തമാനകാല സാഹചര്യത്തിൽ റഹ്മാനായ റബ്ബിന്റെ ഖുദ്റത്തിനെ മനുഷ്യവിഭാഗത്തിന് കോരിയിട്ട് കൊടുക്കാൻ, ഉദാഹരിച്ചു കൊടുക്കാൻ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ബദറിലൂടെ റബ്ബ് വെളിപ്പെടുത്തിയ റബ്ബിന്റെ ഖുദ്റത്ത് മനുഷ്യ മനസ്സുകളെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം, ആ ഒരു സന്ദേശമാണ് ജനങ്ങളോട് ആദ്യമായി ബദർ പറയുന്നത്. റഹ്മാനായ റബ്ബിന്റെ ഇടപെടലുകൾ എത്ര വലിയ അഹങ്കാരികളാണെങ്കിലും എത്ര സജ്ജരാണെങ്കിലും റഹ്മാനായ റബ്ബിന്റെ ഇടപെടലുകളുടെ മുമ്പിൽ എല്ലാ ആയുധങ്ങളും എല്ലാ സൗകര്യങ്ങളും ദുർബലമായി പോവും. ആ റബ്ബിന്റെ ഇടപെടലുകൾ, അവന്റെ ഖുദ്റത്തിന്റെ സഹായം, അവന്റെ ഇനായത്ത്, അവന്റെ തിരുനോട്ടം മഹത്തുക്കളായ ബദരീങ്ങൾക്ക് ലഭിക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നോ അത് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിന്റെ ഇടപെടലുകൾ നടക്കണം. റബ്ബിന്റെ മഹത്തായ ഖുദ്റത്തിന്റെ ആ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ കടന്നു വരണം. അതുകൊണ്ട് എന്തെല്ലാം ഘടകങ്ങളാണ് റബ്ബിൽ നിന്ന് സഹായം ലഭിക്കാൻ ബദരീങ്ങളിൽ ഉണ്ടായിരുന്നത്, അല്പമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തെടുക്കാൻ, നുകർന്നെടുക്കാൻ, ഒപ്പിയെടുക്കാൻ ഈ ബദർ നമുക്ക് പാഠമാവണം. അല്ലാഹു തആല ബദറിനെ സ്മരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഒരിടത്ത് അല്ലാഹു പറയുന്നു, ബദർ യുദ്ധം സംഭവിപ്പിച്ചത് തന്നെ വമാ അസാബകും യൗമൽ തഖൽ ജംആൻ, 2 ശക്തികൾ തമ്മിൽ കൂടിയ കാലം, കൂടിയ സംഘട്ടനം എന്നല്ല പല സ്ഥലത്തും അല്ലാഹു പറയുന്നത്. യൗമൽ തഖൽ ജംആൻ, 2 വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടി. ആ 2 വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടിയത് എന്തിനായിരുന്നു? ഫബിഇദ്നില്ലാഹ്, അത് തികച്ചും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു വിഷയം നടക്കണം. എന്തിന് നടക്കണം?
വലിയഅലമൽ മുഅ്മിനീൻ. ആരാണ് പൂർണ്ണമായ റബ്ബില് വിശ്വസിച്ച വിശ്വാസികള്, യഥാർത്ഥ വിശ്വാസികൾ ആരാണ്, അതൊന്ന് വേർതിരിയണം. വലിയഅലമല്ലദീന നാഫഖൂ, ആരാണ് കപടന്മാര്, അതും വേർതിരിയണം. കപടന്മാരാരൊക്കെയാണ്, അത് വേർതിരിയണം. യഥാർത്ഥ വിശ്വാസികൾ ആരാണ്, അവരും വേർതിരിയണം. മറ്റൊരിടത്ത് അല്ലാഹ് ഒന്നുകൂടി കൂട്ടിക്കൊടുക്കുന്നു. ആ കൊടുക്കുന്നത് എന്താ? വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് വലിയഅലമല്ലാഹു അല്ലദീന ആമനൂ വയത്തഖിദ മിൻകും ശുഹദാ. യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ആ വിശ്വാസികളിൽ നിന്ന് വയത്തഖിദ മിൻകും ശുഹദാ, അവരിൽ നിന്ന് ചില ആളുകൾക്ക് പ്രത്യേക സ്ഥാനം നൽകി ശുഹദാ എന്ന ടൈറ്റിൽ കൊടുക്കണം. റബ്ബ് ബദർ യുദ്ധം സംഘടിപ്പിക്കാനും സംഭവിപ്പിക്കാനും അല്ലാഹു തആല വെച്ച കാരണങ്ങൾ ഇതൊക്കെയാണ്. ചില ശുഹദാക്കൾ എന്ന് പറഞ്ഞ ചില ആളുകൾക്ക് സ്ഥാനം കയറ്റം കൊടുക്കേണ്ടതുണ്ട്, അതും സംഭവിക്കണം. വലിയഅലമല്ലാഹു അല്ലദീന ആമനൂ വയത്തഖിദ മിൻകും ശുഹദാ വലിയുമഹ്ഹിസല്ലാഹു അല്ലദീന ആമനൂ വയംഹഖൽ കാഫിരീൻ. അവിശ്വാസികളായ അഹങ്കാരികളെ ഒന്ന് പാഠം പഠിപ്പിക്കുകയും വേണം. ഒന്ന്, വിശ്വാസികൾ ആരാണെന്ന് വേർതിരിയണം. കപടന്മാരാണ്, അവരെ വേർതിരിയണം. നെല്ലും പതിരും വേർതിരിയണം. ഇതുവരെ എല്ലാവരും കൂടിക്കൊയഞ്ഞാണ് ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി വന്നു. 13 വർഷം മക്കയിൽ എല്ലാവരും കൂടി കലർന്നിട്ടാണ് കഴിഞ്ഞു. ഹിജ്റ വന്നു 2 വർഷം. അങ്ങനെ 15 വർഷമായി. അപ്പോഴാണ് ഈ യുദ്ധങ്ങളുടെ, ബദർ യുദ്ധത്തിനൊക്കെ സമ്മതം കിട്ടുന്നത്. അതിനിടയിൽ, ഈ നീണ്ട 15 വർഷത്തിനിടയിൽ യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല. മുനാഫിക്കുകളുണ്ട്, കപടന്മാര്, യഥാർത്ഥ വിശ്വാസികൾ. ഇപ്പൊ ഗ്രേഡുകളൊന്നും തിരിച്ച് വേറെ വേറെ ആക്കിയിട്ടില്ല. കുറെ പീഡനം സഹിച്ച മുത്തഖീങ്ങളായ സ്വഹാബികളുണ്ട്, അവരിൽ തന്നെ പവറുള്ള പലരും ഉണ്ട്. ഒരു 15 വർഷം ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട്, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം സഹിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്ഥാനക്കയറ്റം വേണമല്ലോ. മുഖ്യ ലക്ഷ്യം ബദറിന്റെ ഒന്ന് അതാണ്. വലിയുമഹ്ഹിസല്ലാഹു അല്ലദീന ആമനൂ അല്ലെങ്കിൽ വയത്തഖിദ മിൻകും ശുഹദാ. ചില ആളുകൾക്ക് ശുഹദാക്കൾ എന്ന് പറയുന്ന ടൈറ്റിൽ, ശുഹദാന്റെ സ്ഥാനം എന്താണ് അതൊക്കെ പിന്നെ പറയും. ഈ ബദറിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്ന് മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കണം. കാരണം അവിടെ ചില പുത്തൻവാദികളും പുതിയ ആശയക്കാരും കടന്നുകൂടി ബദരീങ്ങൾക്ക് വെട്ടുതടുക്കാൻ കഴിഞ്ഞില്ല. ശത്രുക്കളെ വെട്ടുതടുക്കാൻ കഴിയാതെ കുറെ മരണപ്പെട്ടു. അങ്ങനത്തെ ബദരീങ്ങളെയാണോ ഇപ്പൊ നിങ്ങൾ മൗലിദ് ഓതി ബദറൊക്കെ ചൊല്ലിയിട്ട് അവരുടെ വർക്കത്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരെ തടി തന്നെ കാക്കാൻ കഴിഞ്ഞില്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ബാലപാഠ പോലും എന്താണ് ബദർ എന്ന ചരിത്ര സത്യം, ബദർ എന്താണ് എന്ന് പഠിക്കാത്തതിന്റെ പേരില് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും ധരിക്കും ശരി തന്നെയാണ്, ബദരീങ്ങൾക്ക് തന്നെ വെട്ടും കുത്തൊന്നും തടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടല്ലേ മരണപ്പെട്ട് കുറെ ആളുകൾ ഷഹീദായി. ആ ബദരീങ്ങളെ വിളിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് എന്തു കാര്യമാണ്? ബുദ്ധിപരമായി ചിന്തിക്കുമ്പോ ബദറിനെ സംബന്ധിച്ച് അറിയാത്ത ചിലരെങ്കിലും അങ്ങനെ പെട്ടുപോകും. അതുകൊണ്ടാണ് അള്ളാഹ് അത് ആദ്യമേ തുറന്നു പറഞ്ഞു, ബദറിന്റെ ലക്ഷ്യങ്ങൾ പലതും ഉണ്ട്. അതിലൊന്ന് വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾക്ക് സ്ഥാനം കയറ്റം കൊടുക്കേണ്ടതുണ്ട്, അതിനു വേണ്ടി. മറ്റൊന്ന് വലിയുമഹ്ഹിസല്ലാഹു അല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ കപടന്മാരിൽ നിന്ന് വേർതിരിക്കേണ്ടതുണ്ട്. വയംഹഖൽ കാഫിരീൻ, അഹങ്കാരികളായ അവിശ്വാസികളെ തടയിടേണ്ടതും ഉണ്ട്. 3 ലക്ഷ്യം ഇവിടെ പറഞ്ഞു. അതുപോലെ ബദറിന് മറ്റൊരു ലക്ഷ്യവുമുണ്ട്. അല്ലാഹ് പറയുന്നു ലിയഖ്ലിയല്ലാഹു അംറൻ കാന മഫ്ഊലാ. 2 സ്ഥലത്ത് അല്ലാഹ് ഈ പദം ഉപയോഗിക്കുന്നുണ്ട് ഒരേ സൂറത്തിൽ. സൂറത്തുൽ അൻഫാലിൽ കാണാം.
42-ാമത്തെ 44-ാമത്തെ ആയത്തിൽ കാണാം, ലിയഖ്ലിയല്ലാഹു അംറൻ കാന മഫ്ഊലാ. അല്ലാഹു തആല അസലിയായി പണ്ട് തന്നെ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഇത് ബദറിലൂടെ നടപ്പാക്കുന്നത്. ചില മതയാനകളെ പാഠം പഠിപ്പിക്കണം. അത് റബ്ബ് മുമ്പ് തീരുമാനിച്ചതാണ്. തീരുമാനം ബദറിന്റെ ദിവസം നടപ്പാക്കണം. അതുകൊണ്ടാണല്ലോ സൂറത്ത് റൂമിൽ അള്ള പറഞ്ഞു, ഇത് മുമ്പ് ഡേറ്റ് മുമ്പ് തീരുമാനിച്ചതാണ്, ദിവസം മുന്നേ തീരുമാനിച്ചതാണ്. ബദർ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതല്ല ബദർ. ആ വിവരം ചില ആളുകൾക്ക് പെട്ടെന്നാണ് ലഭിക്കുന്നതെങ്കിലും ബദർ യുദ്ധം അല്ലാഹു തആല പണ്ട് തീരുമാനിച്ചത് നബിക്ക് മുമ്പ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മിഞ്ഞാന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് റൂമിൽ പറഞ്ഞില്ലേ, വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങള് സന്തോഷിക്കുന്ന ഒരു ദിവസം എന്ന്. റോമും പേർഷ്യയും യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് സ്വഹാബത്തിനെ മക്കയിൽ വെച്ച് അഹങ്കാരികളായ ശത്രുക്കൾ പരിഹസിച്ചപ്പോ ഇറങ്ങിയ ആയത്താണ്. ഹിജറ വരുന്നതിന്റെ മുന്നേ മക്കയിൽ നിന്ന് ഇറങ്ങിയ ആയത്താണിത്. രണ്ടാമത് ഒരു സംഘടനകൾക്ക് വിജയിക്കൽ എന്ന വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ. മദീനയിൽ ഹിജറ പോയതിനു ശേഷം 2-ാമത്തെ വർഷം റമദാനിൽ 17 വെള്ളിയാഴ്ച പകല് ഇതാ നിങ്ങളും ഞങ്ങളും തമ്മിലൊരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ സന്തോഷിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ സ്വഹാബികൾക്ക് റസൂലുള്ളാഹ് വിവരം കൈമാറിയിട്ടുണ്ട്. ഖുർആനിലൂടെ നബിക്ക് അല്ലാഹ് വിവരം കൈമാറിയിട്ടുമുണ്ട്. അപ്പൊ മുൻകൂട്ടി നിശ്ചയിച്ച ലിയഖ്ലിയല്ലാഹു അംറൻ കാന മഫ്ഊലാ. മറ്റൊന്ന്, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ. പീഡിതരായ ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് ബദർ. ബദർ തീവ്രവാദമല്ല, ഭീകരവാദമല്ല, വർഗീയവാദത്തിൽ നിന്ന് ഉടലെടുത്തതല്ല. മറിച്ച് ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ. 10-15 വർഷമായി പീഡനം സഹിച്ചുകൊണ്ട്, മർദ്ദനം സഹിച്ചുകൊണ്ട് ക്ഷമിച്ചു ജീവിച്ച ഒരു പീഡിത വർഗം, ഹതാശയരായ ഒരു വിഭാഗം, അവരുടെ മോചനത്തിന് വേണ്ടി റഹ്മാനായ റബ്ബ് അനുമതി കൊടുത്തതാണ് യുദ്ധം. ഇത്തരം കാര്യങ്ങൾ ബദറിനെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബദർ എന്തിനു വേണ്ടി എന്നുള്ള ഇത്തരം ചില കാര്യങ്ങൾ അത് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് ഞാൻ ചരിത്രം പറയും. അതിനു മുന്നേ ബദർ, ഉഹുദ് ഇതെങ്ങനെ കേൾക്കുമ്പം ഇസ്ലാമിലെ യുദ്ധങ്ങൾ, ഇസ്ലാം ഒരു യുദ്ധപ്രസ്ഥാനായിരുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി ഒരു യുദ്ധ കൊതിയനായിരുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യുഗം. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് പലരെയും ബദറും ഉഹുദും ഖന്തക്കൊക്കെ പറഞ്ഞ് ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും ഒക്കെ നയിക്കുന്ന ഒരു പ്രവണത കൂടി ബദറിനെ ചൂഷണം ചെയ്തുകൊണ്ട് സമുദായത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ജിഹാദ്, ഇസ്ലാമിലെ ജിഹാദ് എന്താണ് എന്ന് ഈ ചരിത്രം പറയുന്നതിന്റെ മുന്നേ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പല ആളുകളും പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ ഒരു പ്രസ്ഥാനമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. മുസ്ലിംകളിൽപ്പെട്ട നമ്മിൽ നിന്ന് തന്നെ ചില ആളുകളുടെ വികലമായ ഇസ്ലാമിക സമീപനം കൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ്, സന്തോഷം, ശാന്തി. ഈ ഇസ്ലാം ദീൻ നിർബന്ധിതമായി ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമാക്കാനോ ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. വലഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദബിൽ ഖൂലി ബിഖ്തിയാരിമിൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദാൽ. മഹത്തുക്കളായ ഇസ്ലാമിക പണ്ഡിതന്മാർ, അയിമ്മത്തുകൾ വിശദീകരിച്ച് കാണാം. ദീൻ എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന്റെ നിയമക്രമങ്ങളാണ്. സായിഖുൽ ലിദബിൽ ഖൂൽ,
അത് ബുദ്ധിയുള്ള ആളുകളെ നയിക്കണം. ആ നിയമങ്ങൾ, ആ ദർശനങ്ങൾ ബുദ്ധിയുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകണം. എങ്ങനെ? ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അവര് സ്വന്തമായി അവരുടെ ഇച്ഛാനുസരണം ആ നിയമം തെരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഒരാൾ അടിച്ചേൽപ്പിച്ച് ഇഷ്ടപ്രകാരമല്ലാതെ ഈ നിയമം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുവന്നാൽ അത് ദീനാവില്ല. ദീനെന്ന് പറഞ്ഞെങ്കിൽ അവന്റെ കൽബ് സ്വമേധയാ അത് അംഗീകരിക്കണം. അതുകൊണ്ടാണല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒരാൾ മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കണം. മനസ്സറിഞ്ഞ് അംഗീകരിക്കാതെ നാക്കുകൊണ്ട് പറഞ്ഞാൽ മുസ്ലിം ആവില്ല. അപ്പോ പിന്നെ നിർബന്ധിതനായി ഒരാൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, അതാ ഖുർആൻ പറഞ്ഞ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല, നിർബന്ധമില്ല. റബ്ബിന്റെ നിയമങ്ങൾ ഇന്നതാണ്, ദീൻ ഇന്നതാണ്, ഇത് എത്തിച്ചു കൊടുക്കുക. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ദീൻ അത് ഇന്നതാണ് എന്ന് മാനവ സമൂഹത്തിന് പ്രബോധനം ചെയ്തു കൊടുക്കുക. നല്ല ശൈലിയിൽ പരിശുദ്ധ ഖുർആൻ വെച്ച്, തിരുസുന്നത്ത് വെച്ച്, അയിമ്മത്തുകളുടെ വിശദീകരണം വെച്ച് ഇന്നതൊക്കെയാണ് ദീനെന്ന് വാല് പറഞ്ഞ് ഉപദേശം ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അവർ ചിന്തിക്കട്ടെ, എന്നിട്ട് അവർ തിരഞ്ഞെടുക്കട്ടെ. ഇതാണ് വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ഇതാണ് ഇസ്ലാം. അതിനപ്പുറം വേലൊന്നും വേണ്ട, പ്രസംഗം വേണ്ട, അതൊന്നുമല്ല ഇസ്ലാം. പിന്നെ ഇസ്ലാമോ? ഇസ്ലാം നമ്മൾ കുറച്ച് ആയുധം ഉണ്ടാക്കണം, കുറച്ച് ആയുധങ്ങൾ വേണം, അതിന് കുറച്ച് കാശ് വേണം. എന്നിട്ട് നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ മാത്രം കൂടി പ്രതിരോധം നടത്തണം, ജിഹാദ് നടത്തണം. അപ്പോഴാണ് ഇസ്ലാം ആവുക. മറ്റുള്ളതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ആദർശം പറയണ്ട, ആശയം പറയണ്ട. മറ്റ് സംഘടനകളൊക്കെ ഇപ്പോ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കുകയാണ്. ഞങ്ങൾ അതൊന്നുമല്ല, സുന്നിയല്ല, മുജാഹിദല്ല, ജമാഅത്ത്. ഞാൻ തുറന്നു പറയുകയാണ്, കാരണം അത്ര തുറന്നു പറയേണ്ടുന്ന അനിവാര്യ ഘട്ടമായതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം, ഇതൊന്നുമല്ല. പിന്നെ നിങ്ങൾ എന്താ? ഞങ്ങൾ ഇസ്ലാം. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നിയല്ല, മുജാഹിദല്ല, ജമാഅത്തല്ല, ഇതൊന്നും അല്ല. പിന്നെ എന്താണ്? അത് പറഞ്ഞാൽ ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ നല്ല സംസാരം സംസാരിച്ച് എന്നിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കുക, മുസ്ലിമിനെ സംരക്ഷിക്കുക. അപ്പൊ സുന്നിനെയാണോ? സുന്നിനല്ല. മുജാഹിദിനെയാണോ? അല്ല. ജമാഅത്തിനെയാണോ? അല്ല. പിന്നെ ആരെ നിങ്ങൾ സംരക്ഷിക്കുന്നത്? ഇവരൊന്നും അല്ല. പിന്നെ ആരെയാണ് സംരക്ഷിക്കുന്നത്? എന്തിനാണ് ആയുധം? ഇല്ല. ഏത് ആദർശത്തെയാണ് സംരക്ഷിക്കുന്നത്? സുന്നിന്റെ ആദർശത്തെയാണോ? അല്ല. ഞങ്ങൾക്ക് അങ്ങനെ പക്ഷപാതിത്വമില്ല. സുന്നിന്റെ ആദർശം അല്ല, മുജാഹിദിന്റെ ആദർശം അല്ല. ഇങ്ങനെ ഈ ആദർശമല്ല. പിന്നെ എന്തിനെ സംരക്ഷിക്കുന്നു? ഇങ്ങനെ ശൂന്യത മാത്രം ഉത്തരം നൽകുന്ന ഒരു പറ്റം ചെറുപ്പക്കാരായി നാം അധപ്പതിച്ചു പോകരുത്. ഇസ്ലാമിന് വ്യക്തമായ ആദർശമുണ്ട്, ഇസ്ലാമിന് സുന്ദരമായ ആശയങ്ങളുണ്ട്. അതാണ് ബദരീങ്ങൾ. അത് നിലനിർത്താൻ വേണ്ടി, ആ ആദർശത്തിന് വേണ്ടി, ആ ആശയത്തിന് വേണ്ടിയാണ് ബദർ യുദ്ധം നടന്നത്. ആ ആദർശത്തിന്റെ വഴിയിൽ വൈതരണികൾ സൃഷ്ടിച്ചപ്പോ, ആ പ്രബോധനത്തിന്റെ വഴിയിൽ പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങൾ മാനവ സമൂഹത്തിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുമ്പോ, ആ പ്രചരണത്തിന്റെ വഴി തടസ്സം സൃഷ്ടിച്ചപ്പോ, ആ പ്രചരണത്തിന്റെ വഴിയിൽ മുള്ളുകൾ വാരി വിതറിയപ്പോൾ ആ തടസ്സങ്ങളെ നീക്കിയതാണ് ബദർ യുദ്ധം. ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊക്കെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സൗകര്യമുണ്ടാക്കുക, അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം ബലാഗ്, അള്ളാഹുവിന്റെ ദീൻ അവന്റെ അടിമകൾക്ക് എത്തിച്ചു കൊടുക്കുക. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കൾ, അവരോട് അല്ലാഹു തആല പറഞ്ഞ പണി തബ്ലീഗ്, പ്രബോധനം. ഞാൻ തരുന്ന നിയമം എന്റെ അടിമകൾക്ക് എത്തിച്ചു കൊടുക്കുക. അടിമകളെ കൊല്ലാനോ, അവരെ വധിക്കാനോ, ഉന്മൂലനം ചെയ്യാനോ, നാശം വരുത്താനോ അല്ല അമ്പിയായി അല്ലാഹു തആല പറഞ്ഞു വെച്ചത്. ഈ അടിമകളെ സംസ്കരിച്ച് മാനസികമായി നന്നാക്കി അള്ളാഹുമായി അടുപ്പിക്കുക. അങ്ങനെ അടുപ്പിക്കാനുള്ള പ്രവർത്തന രംഗത്ത് തടസ്സം സൃഷ്ടിക്കുന്ന ദുഷ്ചെയ്തികൾ,
ഇരുളിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം. അതിനുവേണ്ടി ചില പ്രയോഗങ്ങളൊക്കെ നടത്താം എന്നല്ലാതെ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി വ്യക്തികൾക്കുള്ള ബാധ്യത അല്ല ജിഹാദ്. എന്റെ ചെറുപ്പക്കാർ ഗൗരവത്തിൽ മനസ്സിലാക്കണം, ജിഹാദ് വ്യക്തിപരമായ ബാധ്യത അല്ല. ഉദാഹരണത്തിന് ഈമാൻ കാര്യം 6 എണ്ണമാണ്, ഇസ്ലാം കാര്യം 5 എണ്ണമാണ്. ആ ഈമാൻ കാര്യം 5-ൽ ജിഹാദ് കാണില്ല. ഉണ്ടോ? നിങ്ങൾ ഈമാൻ കാര്യമായി നിർബന്ധമായും വിശ്വസിക്കേണ്ട 6 കാര്യങ്ങളിൽ ജിഹാദ് ചെയ്യണം എന്നൊരു വിശ്വാസം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ, 5 തൂണുകൾ, നെടുംതൂണുകൾ ഇസ്ലാമിന്റെ, അതില്ലെങ്കിൽ ഇസ്ലാം ഇല്ല. അവിടെ ആ 5 കാര്യങ്ങളിൽ ജിഹാദ് പറഞ്ഞിട്ടുണ്ടോ? ഒരു വ്യക്തി നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ് 5 നേരത്തെ നിസ്കാരം, 1 മാസത്തെ റമദാൻ വ്രതം, അതുപോലെ ഷഹാദത്ത് മനസ്സിലറിഞ്ഞ് പ്രഖ്യാപിക്കല്, സക്കാത്ത്, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യൽ. 5 കാര്യം സ്റ്റോപ്പ്, കഴിഞ്ഞു. ആ 5 കാര്യത്തിൽ വ്യക്തികൾക്ക് നിർബന്ധമായും റബ്ബ് കൽപ്പിച്ച ഇക്കാര്യത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊന്ന് നിന്നിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞ വ്യക്തിപരമായ ബാധ്യത അല്ല ജിഹാദ്. ഇസ്ലാമിന്റെ ജിഹാദ് എന്താണ് എന്ന് ഗൗരവത്തിൽ പഠനം നടത്തണം ചെറുപ്പക്കാർ. ആരെങ്കിലും പറയുന്നത് കേട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് ഞാനൊരു മുജാഹിദ്, ഒരു യുദ്ധപ്രവർത്തകൻ, ഒരു പോരാളിയാവേണ്ടവനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളതൊക്കെ ഒഴിവാക്കി വയസ്സായ ഉമ്മയെ, ഉപ്പയെ, കുടുംബത്തേക്ക് അനാഥമാക്കുന്ന നിലക്ക് വറച്ചട്ടിയിൽ നിന്ന് എരുത്തിയിലേക്ക് എടുത്തു ചാടുന്ന പ്രവണത, അത് അത്യധികം ഗുരുതരമാണ്. അതുണ്ടാക്കി വെക്കുന്ന ഭവിഷ്യത്ത് ചില്ലറയല്ല. നിന്റെ കുടുംബം, നിന്റെ അയൽപക്കക്കാർ, നിന്റെ നാട്ടുകാർ, നിന്റെ സമൂഹം ഒന്നിച്ച് ഒരുപോലെ അനുഭവിക്കേണ്ടി വരുന്ന ഗുരുതരമായ ആപത്തുകൾ നിന്റെ എടുത്തുചാട്ടം കൊണ്ട് വരുന്നുണ്ട്. നമുക്കിന്ന് അനുഭവമാണ്. കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് നാം കൂടുതൽ പറയേണ്ടതില്ല. അങ്ങനെ പലരുടെയും എടുത്തുചാട്ടം കൊണ്ട് ഈ സമുദായം അനുഭവിക്കുന്ന അതിന്റെ തിക്തഫലങ്ങൾ എല്ലാവരും വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വന്നത്.